ബിസ്മില്ലാ ഹാമിദൻ മുസല്ലിയൻ മുസല്ലിമൻ അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. മക്കളെ, ഇന്ന് നമ്മൾ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചുള്ള ബാബാണ് പഠിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ചോദിക്കാണ്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും കൂട്ടുകാരുണ്ടാകും അല്ലെ? സ്വാഭാവികം. എന്നാൽ എന്റെ കൂട്ടുകാരൻ നല്ലവനാണ് എന്നുറപ്പിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല അല്ലെ? കാരണം ദുനിയാവിലെ എല്ലാ ബന്ധങ്ങളിലും ഒരു ഫിർഖത്തുണ്ട്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബിന്റെ പേര് ബാബുൻ അൽ ഹുബ്ബു ഫില്ലാ വമിനല്ലാഹ് എന്നതാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم المرء على دين خليله فلينظر أحدكم من يخالل رواه أبو داود. المرء ഓരോ വ്യക്തികളും, ഇവിടെ അലിഫ്ലാം ജിൻസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അല ദീനി ഖലീലിഹി, അവന്റെ ഉറ്റമിത്രത്തിന്റെ മതം അനുസരിച്ചിട്ടാണ്. ഇവിടെ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവം, ചര്യ, രീതി എന്നൊക്കെയാണ്. അതിനുശേഷം ഫല്യൻദുർ, ഇതൊരു താക്കീതാണ്. എപ്രകാരം എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ. എന്താണ് താക്കീത്? മയ്യുഖാലിൽ, ആരെ കൂട്ടുകാരനാക്കണമെന്ന്. കാര്യം കുറച്ച് ഗൗരവമാണെന്നർത്ഥം. നാളെ ആഖിറത്തിൽ ഓരോ പരാജിതനും പറയും യാ വൈലത ലൈതനി ലം അത്തഖിൽ ഫുലാനൻ ഖലീല, എന്റെ നാശമേ, ഞാൻ അവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ആരെ കൂട്ടുകാരനാക്കണമെന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാബിന്റെ പേര് പറഞ്ഞപ്പോ ബാബുൻ അൽ ഹുബ്ബു ഫില്ലാ എന്ന് പറഞ്ഞു അല്ലെ? എന്നാൽ ഹദീസിലേക്ക് വന്നപ്പോ മയ്യുഖാലിൽ എന്ന പദം ഉപയോഗിച്ചു. അതെന്താണ് മയ്യു ഹാബിബ് എന്ന് പറയാതെ മയ്യുഖാലിൽ എന്ന് പറഞ്ഞത്? രണ്ടും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലെ? നമുക്ക് നോക്കാം. മൽ ഫർഖു ബൈനൽ ഹബീബി വൽ ഖലീൽ. ശ്രദ്ധിക്കണം, ഈ ഖലീൽ എന്ന ഈ പദം, ഖലീൽ ഇത് മഅഖൂദും മിനൽ ഖുല്ല, ഇത് ഖുല്ലത്തിൽ നിന്നും എടുക്കപ്പെട്ടതാണ്. മനസ്സിലായോ? ഇത് ഖുല്ലത്തിൽ നിന്നും എടുക്കപ്പെട്ടതാണ്. മഅനാഹു, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹാജ, ഒരു ഹാജത്താണ്. അഥവാ ഈ ഖലീൽ അവന്റെ ഖലീലിനെ സ്നേഹിക്കുന്നതിലൂടെ അവൻക്ക് ചെറിയൊരു ഹാജത്ത് ഉണ്ട്. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ ഇതൊരു ഖലീലാണെന്ന് സങ്കല്പിക്കുക. ഇതവൻ സ്നേഹിക്കുന്ന അവന്റെ കൂട്ടുകാരനായ ഖലീൽ, ഈ ഖലീലിനെ ഇവൻ സ്നേഹിക്കുന്നു. ഇവനിലൂടെ അവന്റെ സൃഷ്ടാവായ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഇവിടെ ഹാജത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തോന്നിവാസങ്ങളല്ല. മനസ്സിലായോ? ഇനി നമുക്ക് ഹബീബ് എന്ന പദം എടുക്കാം. ഹബീബ് എന്ന ഈ പദം ഇതാ, ഹബീബ്, ഈ പദം ഫഅയിൽ വസ്നിൽ വരുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ ഫാഇലിന്റെയും മഫ്ഊലിന്റെയും അർത്ഥം ഈ പദം സ്വീകരിക്കും. സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനുമാകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഹബീബാണ് സങ്കല്പിക്കുക. ഈ ഹബീബ് അവന്റെ മഹ്ബൂബായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. മഹ്ബൂബായ അള്ളാഹ് അവന് തിരിച്ചും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. ഇതുകൊണ്ടാണ് അൽ ഹുബ്ബു ഫില്ലാ എന്ന് പറയുന്നത്. ഇത് ടു സൈഡ് ആണ്, ഇത് വൺ സൈഡ് ആണ്. ഇത് ദുന്യാവിൽ നിന്ന് വേർപിരിയുന്നതുമാണ്. ഇനി നമുക്ക് കൂട്ടുകാരെ തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ പറയാം. ഇത് ഇമാം ഗസ്സാലി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ ഉദ്ധരിക്കുന്നതാണ്. 4 തരം കൂട്ടുകെട്ടുകളുണ്ട്. അതിലൊന്നാമത്തത് റാത്തിയ. മനസ്സിലാക്കണേ, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. റാത്തിയ. രണ്ടാമത്തത് ലിമൻഫഅതിഹി. മൂന്നാമത്തത് അൽ ഹുബ്ബു ഫില്ലാ. റാത്തിയ, മൻഫഅതിഹി, അൽ ഹുബ്ബു ഫില്ലാ. നാലാമത്തത് ജുനൂൻ. ഒന്ന് മനസ്സിലായില്ല അല്ലെ? പറഞ്ഞു തരാലോ. സ്നേഹിച്ചു തുടങ്ങിയപ്പോ അള്ളാഹുവിന് വേണ്ടിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ആ സ്നേഹം വർദ്ധിച്ച് നമ്മുടെ മഹ്ബൂബിന്റെ വസ്തുക്കളോടൊക്കെ സ്നേഹം തോന്നാൻ തുടങ്ങി. ഇതാണ് ജുനൂൻ എന്ന് പറഞ്ഞത്. മഹ്ബൂബിന്റെ വാഹനം, മഹ്ബൂബിന്റെ വസ്ത്രം, മഹ്ബൂബിന്റെ വീട്, ഇതിനോടൊക്കെ സ്നേഹം തോന്നാന്ന് പറഞ്ഞാൽ ഇതൊരു ഭ്രാന്താണ്. അതുകൊണ്ടാണ് ഇതിന് ജുനൂൻ എന്ന് പേര് വന്നത്. നിങ്ങൾക്ക് ഖൈസ് ബിൻ മുലവഹിനെ അറിയോ? മനസ്സിലായില്ല അല്ലെ? നമ്മുടെ മജ്നൂൻ ഇല്ലേ, ലൈലാന്റെ മജ്നൂൻ, എല്ലാം പറയാൻ കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, ലൈലാന്റെ വീടിന്റെ അരികിലോ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ മതിലായ മതിലുകളെല്ലാം ഞാൻ ചുംബിക്കും. അദ്ദേഹം തിരിച്ചാണ്, അല്ല, എനിക്ക് മതിലുകളോടല്ല സ്നേഹം, പിന്നെ ആ മതിലിനകത്തുള്ള വീട്, ആ വീടിനകത്തുള്ള എന്റെ സുന്ദരിയായ ലൈല, എന്റെ ലൈലാനോട് എനിക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ എന്റെ പൊന്നു മക്കളെ, അതാണ് പറഞ്ഞത് ഇതൊരു തരത്തിൽ ഭ്രാന്താണെന്ന്. ഇനി നമുക്ക് ഇതിനോടനുബന്ധമായ ചെറിയൊരു കഥ പറയാം. കുറച്ചു മുമ്പ് പഴക്കമുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരുപാട് കാലം രോഗിയായിട്ട് കിടന്ന ഒരു രോഗിയുടെ കഥയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച വ്യക്തിയാണ്, പാവാണ്. രാത്രികളിൽ എന്റെ കരച്ചില് കാരണം അവനക്കങ്ങനെ ഉറക്കൊന്നും കിട്ടൂല. എന്നിട്ട് കുറച്ചു സമയം കഴിയുമ്പോൾ അവൻ ജനവാദിന്റെ ഒരു വശത്തേക്ക് വന്നിരിക്കും. എന്നിട്ട് അവിടുത്തെ അങ്ങാടിയെ സംബന്ധിച്ച്, അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഇത്തരം ഓരോ കാര്യങ്ങൾ അതീവ ഭംഗിയിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവൻ അതിങ്ങനെ മനസ്സിൽ ചിത്രീകരിച്ച് കണ്ടുകൊണ്ടിരിക്കും. കാരണം ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും അവനക്ക് കഴിയില്ലായിരുന്നു. എന്നിട്ട് അങ്ങനെ ഏറ്റവും മനോഹരമായി കഥ പറഞ്ഞു കൊടുത്ത അന്ന് രാത്രി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു പോവാണ്. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തളർന്നു.
പിന്നെ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കാഠിന്യത കുറഞ്ഞു വന്നപ്പോൾ അവിടുത്തെ നേഴ്സിനോട് പറയുന്നുണ്ട്, എന്റെ രാക്കഥകൾ പറഞ്ഞു തരുന്ന കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെതായിട്ട് അവശേഷിക്കുന്നത് ആ കാണുന്ന കട്ടില മാത്രമേ ഉള്ളൂ. ഇന്ന് തൊട്ട് എന്നെ അവിടെ കടക്കാൻ അനുവദിക്കണം. എന്നിട്ട് അങ്ങനെ നേഴ്സിന്റെ സഹായത്തിൽ അദ്ദേഹം ആ കട്ടിൽ കടക്കുന്നുണ്ട്. ആ നേഴ്സ് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ആ നേഴ്സിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ താഴെയായിട്ട് വലിയൊരു അങ്ങാടിയില്ലേ, ഇന്ന കടകളില്ലേ, ഒരു കാര്യങ്ങൾ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നേഴ്സ് ഇങ്ങനെ അന്താളിപ്പോടി ഒരു നോക്കുകയാണ്, ഇവനെന്ത് മണ്ടത്തരാണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് ആ നേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹോദര, ഈ ആശുപത്രി ഉണ്ടല്ലോ ഒരു കൊടും കാടിന് നടുവിലാണ്. എന്നിട്ട് തുടർന്നു ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കും, ഇനി നിന്റെ കൂട്ടുകാരനാണ് നിനക്കിത് പറഞ്ഞു തന്നു എന്ന് നീ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ വ്യക്തമെന്തെന്ന് കാണാത്ത പൂർണ്ണമായ അന്ധനായിരുന്നു നിന്റെ കൂട്ടുകാരൻ എന്നതുകൂടി ആ നഴ്സ് പറഞ്ഞു കൊടുക്കും. എന്തിനാണ് കഥ പറഞ്ഞു കൊടുത്തത്? തന്റെ കൂട്ടുകാരന്റെ നൊമ്പരങ്ങളിൽ നിന്നും അവനൊന്ന് കരകയറട്ടെ, അവനൊന്ന് ജീവിക്കട്ടെ. ഇതാണ് കൂട്ടുകെട്ട്. കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട് മക്കളെ. നമ്മൾ കൂട്ടുകാരുടെ പിഴവുകൾ നമ്മളത് കണ്ടില്ല എന്ന് നോക്കണം. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ പാഠത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം പോലെ ഹദീസ് വായിച്ചു അല്ലെ, അതിനുശേഷം ഖലീലിന്റെയും ഹബീബിന്റെയും വ്യത്യാസങ്ങൾ പറഞ്ഞു, അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു, കൂട്ടുകെട്ടുകൾ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അതിന് ചെറിയൊരു കഥ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. Question number 483, 480.